റിപ്പബ്ലിക് ഡേ 77ാം റിപ്പബ്ലിക് ദിനമായിരുന്നല്ലോ. ഇന്ന് എന്ന് പറഞ്ഞ ഈ റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ഹോളിഡേ എന്ന് നമുക്ക് പറയാം. കാരണം ഒരു സ്ഥാപനങ്ങളും പ്രവർത്തിക്കാൻ പാടില്ല, ആ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുക എന്നുള്ളതാണ്. പക്ഷേ അപ്പം കോടതികളൊന്നുമില്ല. പക്ഷെ ഒരു കോടതി മാത്രം ഇന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതായത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടി കോടതി, CPM കോടതി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പ്രവർത്തിച്ച് എന്തിനാണ്? ഒരാളെ കുറ്റവിചാരണ നടത്തി, വിചാരണ തന്നെ നടത്തി അങ്ങ് തീർത്തു, എല്ലാം റെഡിയാക്കി, മൊത്തം ശരിയാക്കി, ശിക്ഷയും വിധിച്ചു, കഴിഞ്ഞു. കള്ളത്തരം വിളിച്ച് ചൂണ്ടിക്കാണിച്ച ഒരാളെ, അയാളെ പാർട്ടി ഇന്ന് പുറത്തു കളയുന്നു. കാരണം എന്താണെന്ന് പറയുക? അതിൻ്റെ കാരണം അയാൾ ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് അല്ല. അപ്പോൾ ഈ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ആരാണ് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇത്രയും ധനാപഹരണം നടത്തി എന്ന് പറയപ്പെടുന്ന, അതിൻ്റെ കണക്ക് പരിശോധിച്ചാലേ അറിയാവുള്ളൂ. കുഞ്ഞികൃഷ്ണൻ്റെ കണക്കനുസരിച്ച്, പറയുന്ന കണക്കനുസരിച്ച് അത് വളരെ വിശ്വാസയോഗ്യമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അത് അനുസരിച്ച് 70 ലക്ഷം രൂപയുടെ കണക്ക് കാണാനില്ല ഈ ധനരാജ് ഫണ്ടിൽ നിന്നും. അപ്പോൾ അതിന് ഇത് ചൂണ്ടിക്കാണിച്ച ആളിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കാരണം അയാൾ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് അല്ല. പണം മോഷ്ടിച്ചവൻ ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണ് എന്നാണ് ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ പ്രഖ്യാപനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ വേറെ ഇതുമല്ല, ഇതിനകത്ത് എനിക്ക് വളരെ അതിശയമായിട്ട് തോന്നിയ ഒരു കാര്യം, അതായത് ഈ കണക്കുണ്ടല്ലോ, ഈ ആരെങ്കിലും കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ പാർട്ടി സഖാക്കൾ ആരെങ്കിലും കൊല്ലപ്പെടും, പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഫലമായി കൊല്ലപ്പെടും. ആ കൊല്ലപ്പെടുന്ന ആളുകളുടെ പേരിൽ ഫണ്ട് ഇഷ്ടം പോലെ പിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം കൊടുത്തോണം ആ ഫണ്ട്, ബക്കറ്റും അതും ഇതുമൊക്കെ കൊണ്ടു നടന്നെങ്കിൽ പിരിക്കും, കോടിക്കണക്കിന് രൂപ പിരിക്കും. പക്ഷെ അതിൻ്റെ കണക്ക് ജനം അറിയേണ്ടതില്ല എന്നാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി പറയുന്നത്. ജനം ഇതിൻ്റെ കണക്കറിയേണ്ട കാര്യമില്ല. ഞങ്ങൾ പിരിക്കും, ഞങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ചെക്ക് ചെയ്യും, അത് ജനത്തിന് ചോദിക്കാൻ അവകാശമില്ല. നീയൊക്കെ പൈസ തന്നുകൊണ്ടിരുന്നാൽ മതി, അല്ലാതെ നീ ഒന്നും ഇതിന് കണക്കറിയേണ്ട കാര്യമില്ല. പിന്നെ മാധ്യമങ്ങളെ പേരെടുത്താണ് ഏഷ്യാനെറ്റിനെയും മനോരമയും ആക്ഷേപിച്ചത്. ഇത് ബാക്കി എല്ലാ ചാനലും, പാർട്ടി ചാനൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും വന്ന വിവരങ്ങളാണ്. പക്ഷേ ഇവരെ രണ്ടുപേരെയും എടുത്തു പറഞ്ഞു. കാരണം ഏഷ്യാനെറ്റിലെ ബിനു വി ജോണിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിലാണ് ശ്രീ വി കുഞ്ഞികൃഷ്ണൻ ഈ സ്ഫോടനാത്മകമായ ഈ ഒരു ഔട്ട്ബേസ്റ്റ് എന്ന് നമുക്ക് പറയാം, അദ്ദേഹം ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. അത് പാർട്ടിയെ വളരെ പ്രതിരോധത്തിലാക്കി എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ഇനി അതിന് ചെയ്യുന്ന എന്താണ്? അദ്ദേഹത്തിന് പേരിട്ടേക്കുന്നത്, അദ്ദേഹം ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് അല്ല. അതാരാ ഇനി ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് എന്ന് നമുക്ക് അറിയാൻ വയ്യ, കാരണം അത് പഠിക്കേണ്ടതായിട്ടിരിക്കുകയാണ് അതിന്. പിന്നെ ഉള്ള വർഗവഞ്ചകനാണ് കേട്ടോ. ഒന്ന് പാർട്ടി പിന്നിൽ നിന്ന് കുത്തി. പിന്നെ സഖാവ് MV ജയരാജൻ പറഞ്ഞ ഒരു രസകരമായ കാര്യം എനിക്ക് തോന്നി. ഈ കുഞ്ഞികൃഷ്ണൻ ചെയ്തത്, അതായത് എലിയെ പിടിക്കാനായിട്ട് ഇല്ലം ചുട്ടു എന്നുള്ളതാണ്. അപ്പോൾ എലി ഇതിനകത്തുണ്ട്, മനസ്സിലായോ? അപ്പോൾ കുഞ്ഞികൃഷ്ണൻ ഇല്ലം ചുട്ടത് ഈ എലിയെ കൊല്ലാൻ വേണ്ടി തന്നെയാണ്. എലിയെ കൊല്ലാനായിട്ട് ഇല്ലം ചുട്ടു, ഇതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ എലി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ആ എലിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അത് കുഞ്ഞികൃഷ്ണൻ്റെ വിഷയവുമല്ല. അതിനെ കണക്കൊന്നും ചോദിക്കാൻ പാടില്ല, ആരും കണക്ക് ചോദിക്കാൻ പാടില്ല. ഞങ്ങൾ പിരിക്കും, ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ ചിലവാക്കും. ഓരോ രക്തസാക്ഷിയുടെയും പേരിൽ ഇവർ പിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ്. ഒരെണ്ണത്തിൽ ഞാൻ പറഞ്ഞു കേട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അത് ഏത് പാർട്ടിയാണെന്നോ ആരാണെന്നോ ഞാൻ പറയുന്നില്ല, ഒരു രക്തസാക്ഷിക്ക് വേണ്ടി ഏതാണ്ട് 3.5 കോടി രൂപ പിരിച്ചു. അയാളുടെ വീട്ടിലെല്ലാം കൂടെ ഒരു 35 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ചിലവായി പോയി, മനസ്സിലായോ? ചിലവായിലേക്ക് പോയി. ഇതാണ് കാര്യം. അപ്പോൾ ഇതുപോലെ ഒരുപാട്, ഇപ്പം ഇതിൻ്റെ വിശദീകരണമാണ് നമ്മൾ നോക്കേണ്ടത്. നീയൊക്കെ പൈസ തന്നുകൊണ്ടിരുന്നാൽ മാത്രം മതി, നീ ഒന്നും കണക്കറിയേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിലുണ്ടല്ലോ, ഇവിടുത്തെ വിജിലൻസ് അന്വേഷിക്കേണ്ട കാര്യമാണിത്. വിജിലൻസിന് ഇത് അന്വേഷിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ നമ്മുടെ വിജിലൻസ് എന്ന് പറയുന്ന ആരുടെ കീഴിലാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും.
നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. അപ്പോൾ അവരന്വേഷിക്കുമോ ഇത്? കാരണം ഈ പണം അടിച്ചുകൊണ്ട് പോയത്. പിന്നെ ഇവരെന്തിന് ഈ കുഞ്ഞികൃഷ്ണനെ ബലിയാടാക്കിക്കൊണ്ട് ഈ ടി മസൂദനെ എന്തിന് സഹായിക്കുന്നു, എന്തിന് നല്ല ഗുഡ്സ് സർവീസ് എൻട്രി കൊടുക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ ഒരാൾ കള്ളനാന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ 1000 രൂപയുടെ ഒരു തട്ടിപ്പുണ്ടെങ്കിൽ പോലും പാർട്ടി അതിന് വളരെ കർശനമായ നടപടിയെടുക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നേരത്തെ. ഒന്നുമില്ലെങ്കിൽ ഇവരങ്ങനെ പറയുന്ന ഏതാണ്. പക്ഷേ ഇത് ആയിരക്കണക്കിനല്ല, കോടിക്കണക്കിനാണ്. അങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതെവിടെയൊക്കെ ചെല്ലും? പലരും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്, പങ്കുപറ്റിയിട്ടുണ്ട്. ഒരാൾ കൊല്ലപ്പെട്ടവൻ്റെ ചോരയെ ചവിട്ടി നിന്നുകൊണ്ടാണ് അതിൻ്റെ പണം എടുത്ത് തിരിമറി നടത്തുന്നത്. എന്നിട്ടത് ചോദിക്കുമ്പോൾ, ചൂണ്ടിക്കാണിക്കുമ്പോൾ ജനങ്ങളത് അറിയേണ്ട കാര്യമില്ല, ജനം അറിയേണ്ടതില്ലെന്ന്. ഇതാണ്. പിന്നെ മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റും പിന്നെ ഇത് അതേപോലെ മനോരമയൊന്നും ഇതിൻ്റെ കണക്കറിയേണ്ട കാര്യമില്ല. ഞങ്ങളെന്ത് ചിലവാക്കി നിങ്ങളറിയണ്ട, എന്ത് വരുമാനം ഉണ്ടായി, എത്ര രൂപ പിരിച്ചു എന്ന് ചോദിച്ചാൽ അത് നിങ്ങളറിയേണ്ട കാര്യമില്ല. ഇത് നാണം കെട്ട വർത്തമാനമല്ലേ? പണം കൊടുക്കുമ്പോൾ ഇനിയുള്ളവർ ആലോചിക്കണം ജനങ്ങൾ. കാരണം ഇവനൊക്കെ പണം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കണക്കറിയാൻ നമുക്ക് അവകാശമില്ലേ? ഇപ്പം ഞാനധികം ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഈ സമൂഹം കൊടുത്തല്ലോ, ആ സമൂഹത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്ക് എനിക്കും ഇതറിയാനുള്ള അവകാശമുണ്ട്. എനിക്കും ആഗ്രഹമുണ്ട് ഇതറിയണമെന്ന്. എത്ര രൂപ പിരിച്ചു, എത്ര രൂപ ചിലവാക്കിയെന്ന്. അതായത് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കണക്ക് തെറ്റാണോ അല്ലയോ എന്ന് പറയട്ടെ ആദ്യം. അല്ലാതെ കുഞ്ഞികൃഷ്ണൻ വർഗവഞ്ചകൻ, പിന്നെ ഇന്ന് കുത്തി, എലിയെ കൊല്ലാൻ ഇല്ലം ചുട്ടു, ഇതൊക്കെയാണെന്ന് പറയേണ്ട വർത്തമാനം. അപ്പോൾ ഇതുപോലെ പഴഞ്ചൊല്ലും പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? പഴഞ്ചൊല്ലൊക്കെ പറയുന്നതിന് മുമ്പ് കാര്യം ആലോചിക്കണം, ഇതിനകത്ത് കള്ളത്തരം എന്തോ നടന്നേക്കുന്നതെന്ന്. രസീതുകൾ കാണാനില്ല എന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു, കൊടുത്തിട്ടില്ല എന്ന് പണം പിരിച്ചതിൻ്റെ രസീത്. അത് വരവറിയണമെന്നുണ്ടെങ്കിൽ നിർബന്ധമല്ലേ? ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോരുത്തരുടെ ഇന്ന് പിരിച്ചേക്കുന്നത്. അതിന് പാർട്ടി ഫണ്ടിലേക്ക്, അതായത് ഇലക്ഷൻ ഫണ്ടിലേക്ക് പിരിച്ചു. ആ പണത്തിന് ഒന്നും കണക്കില്ല. ഇഷ്ടംപോലെ അധികം തിരിമറി നടത്തിയിട്ടുള്ളത് പണം. അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ ഫണ്ടിനകത്താണെന്നുണ്ടെങ്കിൽ പിരിച്ചേക്കുന്നത് അത് യഥാർത്ഥത്തിൽ അവിടെ പണം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഈ ധനരാജിൻ്റെ ഫണ്ടിൽ നിന്ന് ഏതാണ്ട് 35-40 ലക്ഷം രൂപ അതിലേക്ക് വകമാറ്റി എടുത്തു എന്നുള്ളതാണ്. അവിടെ അതിന് പണം ഉണ്ടായിരുന്നു താനും, എന്നിട്ടും എടുത്തു എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം ഉള്ള തുക പെരുപ്പിച്ച് കാട്ടി എന്നാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. അദ്ദേഹം ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നായിരിക്കില്ല, നമുക്കറിഞ്ഞൂടാ. ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ഇത് മിണ്ടത്തില്ല, ഇത് അനങ്ങരുത്. പാർട്ടി ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾക്കറിയാം കണക്ക്, നിങ്ങളൊക്കെ അത് അനങ്ങാതിരുന്നോണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ, ഈ പൈസ ചോദിച്ചുകൊണ്ട് ഒരാളുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവർ ചോദിക്കണം, നിങ്ങൾക്ക് ഇതിനൊന്നും കണക്കും കൈയൊന്നും ഇല്ലാത്ത ഒരു സാധനമാണ്, ഞങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് പൈസ തരുന്നത്? പക്ഷേ ഇനിയിപ്പോൾ അവർക്ക് അത് ആവശ്യമില്ല. ഇപ്പോൾ പാർട്ടിയിലൊക്കെ ഇഷ്ടംപോലെ പണമുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് പണമുണ്ട്, കുറേ നാളത്തേക്ക് പട്ടിണി കൂടാതെ കഴിയാം. ഇനി എന്തായാലും ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ, ഈ കഴിഞ്ഞ ഈ 10 വർഷങ്ങൾക്കകത്ത് ഇവിടെ ഹർത്താലും ബന്ധമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഈ ഭരണം ഒന്ന് മാറി വരട്ടെ, യവന്മാരൊന്ന് വെളിയിൽ നിൽക്കട്ടെ. അപ്പം പിന്നെ എന്തോന്നറിയോ, പിറ്റേന്ന് മുതൽ തുടങ്ങല്ലേ ഹർത്താലുകൾ, ബന്ദ്, ജനങ്ങളെ അടിച്ചു കൊല്ലുന്ന പരിപാടി. ഇതാണ് കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ കൊലപാതകങ്ങളില്ല, പക്ഷേ ഭരണം ഒന്ന് മാറി വരട്ടെ. വന്നു പോയാൽ കൊലപാതകങ്ങൾ ഒരുപാടുണ്ടാവും, ഹർത്താലുകൾ ഇഷ്ടം പോലെ കാണും, അങ്ങനെയുള്ള മാമാങ്കങ്ങളെല്ലാം നമുക്ക് കാണാൻ കിട്ടും. അതിനൊരവസരം ഉണ്ടാകും എന്നാണ് ഇപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതേപോലുള്ള തോന്നിവാസങ്ങൾ ഈ കുഞ്ഞികൃഷ്ണൻ്റെ വീട്ടിന് മുമ്പിലുണ്ടല്ലോ പോയെന്ന് അങ്ങേരെ പുലഭ്യം വിളിക്കുകയും ഇഷ്ടമാതിരി അയാളെ വർഗവഞ്ചകനെന്നോ ഏതാണ്ടൊക്കെ, വർഗവഞ്ചക നിന്നെ കാണിച്ചു തരാം, ഞങ്ങൾ പൊറുക്കില്ല മറക്കില്ല. അയാളത് പൊറുക്കേണ്ട കാര്യമില്ല. അയാൾ സത്യം പറഞ്ഞു വരുന്നതിൻ്റെ അടുത്ത് പൊറുക്കാൻ ആരാ പൊറുക്കുന്നത്? അയാൾ സത്യം പറഞ്ഞാൽ അയാൾ ചെയ്ത് തെറ്റ്. എന്നിട്ട് എന്താ, അവിടെ പടക്കം പൊട്ടിക്കുകയാണ് എറിഞ്ഞ്, നല്ല ഭയങ്കര ശക്തിയേറിയ പടക്കം അങ്ങ് പൊട്ടിക്കുക. പടക്കമൊക്കെ പൊട്ടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം എന്തെന്നറിയോ ഉണ്ടായത്, കുറേ എതിരായിട്ട്, അതായത് ഈ പ്രതിഷേധത്തിൻ്റെ കാണിച്ചതിൻ്റെ എതിരായിട്ട് ആളുകൾ കുഞ്ഞികൃഷ്ണൻ അനുകൂലമായിട്ട് മുദ്രാവാക്യങ്ങൾ മുഴക്കി. അവിടെ ഒരു സംഘം അതിൻ്റെ പുറകിലുണ്ട്. ഏതായാലും കുഞ്ഞികൃഷ്ണൻ ഒറ്റയ്ക്കല്ല,
കുഞ്ഞേഷൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി. കുഞ്ഞേഷൻ പറഞ്ഞ പോലെ ഈ പാർട്ടിക്ക് വെളിയിൽ നിന്ന് ആർക്കും പാർട്ടിയെ തകർക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് പാർട്ടിക്ക് അകത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ പാർട്ടിയെ തകർക്കാൻ പറ്റൂ. അത് വളരെ അന്വർത്ഥമായ ഒരു വാചകമാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ അന്തസ്സായിട്ട് നല്ല രീതിയിലാണ് അദ്ദേഹം ഇത് കൈകാര്യം ചെയ്യുന്നതും ആയതും. വെളിയിൽ പോയാൽ ശ്രീ കുഞ്ഞകൃഷ്ണൻ, നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട്. നിങ്ങൾ വെളിയിൽ പോയതല്ലേ, വെളിയിൽ പോയി എന്ന് വെച്ചാൽ നിങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പക്ഷേ അത് ഈ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമൊന്നുമല്ല. ഈ പാർട്ടിയിൽ നിന്ന് വെളിയിലാക്കി എന്നുള്ളതിന് ഒരക്ഷരമുണ്ടല്ലോ, ഇത് ഈ രാകേഷിന് ഒന്നും വിശദീകരിക്കാൻ പറ്റിയില്ല. മാധ്യമങ്ങളെടുത്ത് പറയാനാണ് നിൽക്കുന്നത്. എന്നിട്ട് മാധ്യമങ്ങളെ ചീത്തയും വിളിക്കുകയാണ്. കാരണം അത് ആശാനെ കണ്ടല്ലേ ശിക്ഷ പഠിക്കുന്നത്. അതാ കാര്യം. അതുകൊണ്ട് കാര്യമില്ല. കാര്യം ഒരാൾ പറഞ്ഞാൽ ആ കണക്ക് അത് പറയാൻ തയ്യാറാവണം പാർട്ടി. അല്ലാതെ അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ മതിയോ? അറിയേണ്ട കാര്യമുണ്ട് മിസ്റ്റർ. ഇത് ജനങ്ങൾ അറിയണം. വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ ഇപ്പോൾ ഈ ചെയ്തു വെച്ചേക്കുന്നത്. എന്തിന് ഒരു നല്ല സഖാവിനെ അതിൽ നിന്ന് പുറത്താക്കി? ചോദ്യം ചോദിച്ചതുകൊണ്ടോ, അത് ചൂണ്ടിക്കാണിച്ചതുകൊണ്ടോ? എന്നിട്ട് നിങ്ങളൊക്കെ അമർത്തി വെച്ച ഒരു കാര്യം അദ്ദേഹം വെളിയിൽ എടുത്തിട്ട് അലക്കി. അതല്ലേ കാര്യം. ഏതായാലും ഇതുപോലുള്ള കുഞ്ഞുകൃഷ്ണന്മാരുണ്ടല്ലോ, പാർട്ടിയിൽ ഇനിയും ധാരാളം ഉണ്ടാകും എന്ന് നമുക്ക് കാണാം.